ഹലോ, എല്ലാവർക്കും ഉമാസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പിക്കിളാണ് കേട്ടോ. അത്യാവശ്യം എരിവും പിന്നെ അതുപോലെ തന്നെ പുളിയും മധുരവും ഒക്കെയുള്ള ഒരു പിക്കിള്. അപ്പോൾ അതിൽ ഞാൻ എടുത്തത് പിന്നെ ഒരു 10-15 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നടുകെ കീറിയിട്ട് അതിൻ്റെ അരിയൊക്കെ കളഞ്ഞ് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നല്ല എരിവുണ്ടാവും. പിന്നെ ഞാൻ എടുത്തത് ഒരു മീഡിയം കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഏതാണ്ട് ഒരു ചെറിയ കപ്പോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് വളരെ ചെറിയ വെളുത്തുള്ളിയാണ്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒന്ന് നടുകെ കീറി കൊടുക്കണം കേട്ടോ. പിന്നെ വേണ്ടുന്നത്, ഞാൻ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മധുരമുള്ള പിക്കിളാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 വലിയ ആണി വെല്ലം എടുത്തിട്ടുണ്ട്. അത് എടുത്തിട്ട് ഇങ്ങനെ അത് മെൽട്ടാക്കിയിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകെല്ലാം എല്ലാവരും വീട്ടിലും ഉണ്ടാകുന്ന ഒരു സാധനമാണല്ലോ. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് പിക്കിളാണ് ഇത്. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിനായി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നിറയെ വേണ്ട, ഇത്രയും മതി. ആ ഉലുവ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടി വരണം കേട്ടോ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉലുവ പൊട്ടി വന്നു. ഇനി നമ്മൾക്ക് അതിലേക്ക് അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക് നമ്മൾ കീറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ നന്നായി ഒന്ന് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പച്ചമുളകും വെളുത്തുള്ളിയും വാടി വരുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തില്ലേ, അതൊന്ന് ചതച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. അതും നമുക്ക് ഇതിൻ്റെ കൂടെ നന്നായി ഒന്ന് അതിൻ്റെ പച്ച ടേസ്റ്റ് ഇല്ലേ അതൊക്കെ മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി വഴണ്ട് വരുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം. കുറച്ചിട്ട് വിട്ടാൽ മതി കേട്ടോ, കാരണം വെല്ലത്തിൽ ഉപ്പുണ്ടാവും, അതുപോലെ തന്നെ പുളിയിലും ഉപ്പുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടി പോകരുത്, അതങ്ങനെ ശ്രദ്ധിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് നമുക്ക് 1-2 മിനിറ്റ്, ഏകദേശം ഇത് 3-4 മിനിറ്റ് ആയി ഞാൻ ഫസ്റ്റ് വഴറ്റി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് 1-2 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ഞാൻ ഏകദേശം ഒരു 6-7 മിനിറ്റ് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ഞാനൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുളി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ പുളിയിൽ കിടന്നിട്ട് ആ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് നന്നായി ഒന്ന് വേകണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെല്ലം നമ്മൾ ജ്യൂസ് എടുത്ത് വെച്ചിട്ടേ അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലേശം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് വെല്ലത്തിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് പറങ്കിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പുളിയിൽ കിടന്നിങ്ങനെ വേകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പച്ചമുളകിൻ്റെ എരിവ് കുറച്ച് പോയി കിട്ടും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പുളി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഞാൻ വെല്ലത്തിൻ്റെ മെൽട്ടാക്കിയിട്ട് ജ്യൂസ് എടുത്ത് വെച്ചില്ലേ, അതുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പ് കൂടി അന്നേരം ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെല്ലം ഒഴിച്ചു കൊടുത്തു.
ഇച്ചിരി കുറവുണ്ട്, നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കേണ്ടത്, ഞാൻ 1 ടേബിൾ സ്പൂൺ നിറയെ ചുവന്ന മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി അത് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി വഴറ്റുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഈ പറങ്കിപ്പൊടിയും മഞ്ഞൾ പൊടിയും ചേർക്കാവുന്നതാണ്. ഇങ്ങനെയും ചേർക്കാം. അപ്പോൾ എരിവുള്ള പച്ചമുളകാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ നിറയെ പറങ്കിപ്പൊടി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് കൂടി നോക്കിയതിന് ശേഷം പിന്നെ മുളക് പൊടി, അതായത് ചുവന്ന മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും ചേർത്താൽ മതി. ചുവന്ന മുളക് പൊടി കൂടിയാലും കുഴപ്പമില്ല, എരിവുള്ള മുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായി തിളപ്പിച്ച് നമുക്ക് ഒരു പിക്കിളിൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ ആയിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് 1-2 മിനിറ്റ് തിളപ്പിച്ചെടുത്തു. ഇനി നമ്മൾക്കത് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തു. അത് പച്ചമുളക് ആയതുകൊണ്ട് തന്നെ അതിലേക്ക് നന്നായി ഉപ്പും പിന്നെ ആ പുളിയുടെ ഒരു രുചിയും മധുരത്തിൻ്റെ ഒരു ഇതും അതൊക്കെ നന്നായിട്ട് അതിലേക്ക് ഇറങ്ങണം. എന്നാൽ ആ പച്ചമുളകിൻ്റെ ആ എരിവ് നമുക്ക് കുറച്ചൊന്ന് മാറിക്കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്നത് ആ അച്ചാർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ചൂട് ആറും തോറും ആ അച്ചാറിന് ഒരു തിക്നെസ് വന്നോളും. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ചില്ല് ഭരണിയിൽ സൂക്ഷിച്ചിട്ട് നമുക്കിത് ഓപ്പൺ സ്പേസിൽ വെക്കാം, അതായത് ഫ്രിഡ്ജിൽ വെച്ചും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കാര്യം, ഇത് എപ്പോഴും എടുത്തിട്ട് നമുക്ക് കഴിക്കാൻ പാടില്ല. പച്ചമുളകാണ്, ഒരുപാട് എരിവുള്ളതാണ്. അപ്പോൾ വളരെ കുറച്ച് കഴിക്കുന്നതിന് വളരെ കുറച്ച് മാത്രം എടുത്ത് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഉപ്പും എരിവും എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ പിന്നെ കുപ്പിയിൽ ഇത് ചൂടാറിയതിന് ശേഷം കുപ്പിയിലാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ മതി. എന്നാലേ ഇതിലേക്ക് ഇതിൻ്റെ ആ ഗ്രേവിയെല്ലാം നന്നായിട്ട് ഒന്ന് ഇറങ്ങിക്കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു പിക്കിളാണ്. കണ്ടില്ലേ, ഗ്രേവിയൊക്കെ അത്യാവശ്യം നല്ല തിക്കിപ്പന്തിന് ആയിട്ടുണ്ട്. അപ്പോൾ ഇരിക്കും തോറും കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.